ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ ആംപ്ലിഫയറുകളിൽ ബാസ് കുറവ്, ഒരു ബാസ് ട്രബിൾ വെച്ചാലും ബാസ് കുറവ്, വോളിയം കുറവ്, അങ്ങനെയുള്ള ഒരു കാര്യം ഒരുവിധ ആംപ്ലിഫയറുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ബോർഡാണ് ബാസ് ബൂസ്റ്റിംഗ് ബോർഡാണിത്. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു ചെറിയൊരു കോമൺ പി സി ബിയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാണ്ടിരുന്ന് വേറെ നല്ല ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ ആവും അത് സെറ്റ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ബോർഡ് വരുന്നത്. അപ്പോൾ ഇതിൽ 1815 എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇതിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. പിന്നെ വോളിയം നമുക്ക് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പ്രീസെറ്റ് ഇൻപുട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള റെസിസ്റ്റർ 470, പിന്നെ അതേപോലെ 10K, 6K8, പിന്നെ അതേപോലെ 1 meg റെസിസ്റ്റർ 1K. പിന്നെ കപ്പാസിറ്ററുകൾ ഉപയോഗിച്ചിട്ടുള്ളത് 1 MFD കപ്പാസിറ്റർ 63 വോൾട്ട്, പിന്നെ അതേപോലെ 2.2 63 വോൾട്ട് ഔട്ട്പുട്ടിൽ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സൈഡിലും കാണുന്ന റെസിസ്റ്റർ 470 റെസിസ്റ്റർ ഇട്ടിട്ടുള്ളത് നമ്മളെ വോൾട്ടേജ് ആണ്. 12 വോൾട്ട് 18 വോൾട്ടൊക്കെ വോൾട്ടേജ് കൊടുക്കുക അതിന്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വർക്കിംഗ് കിട്ടുന്ന, കുഴപ്പമില്ലാത്തന്നല്ല, നമ്മളിവിടെ ഉപയോഗിക്കണ നമ്മളെ മാസ്റ്റർ പീസ് സാധനമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വർക്കിംഗ് കിട്ടുന്ന ബോർഡാണ്. അപ്പോൾ എന്താ കാരണം എന്നാണ്, നമ്മളെ സാധാരണ ആംപ്ലിഫയറുകളിലൊക്കെ മോസ്ഫെറ്റ്, അതുപോലെ ട്രാൻസിസ്റ്റർ, അങ്ങനെയുള്ള ആംപ്ലിഫയറുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ പരമാവധി നമുക്ക് വോളിയം കുറവാണ്. ബാസ് ട്രബിൾ കൂടി കൊടുത്ത് തീരെ വോളിയം ഇല്ലാത്ത പോലെ ആവുക. അപ്പോൾ വോളിയം, ബാസ്, ട്രബിൾ ഇത് മൂന്നും കൂടിയിട്ട് ഗെയിൻ ചെയ്തെടുക്കുന്ന ഒരു ബോർഡാണിത്. അത്യാവശ്യം നല്ല പവർഫുൾ ബാസും നല്ല രീതിയിലുള്ള വോളിയും, പതറാത്ത രീതിയിലുള്ള വോളിയും. അപ്പോൾ നമുക്ക് ഓവറായിട്ട് വോളിയം ഉണ്ടെന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, പതറിച്ച് കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രീസെറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ 470 ohms ആണ് ഈ പ്രീസെറ്റ് കിടക്കുന്നത്, 2 അപ്പോൾ ബെഡ് ടൈപ്പ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതേപോലത്തെ സ്റ്റാൻഡിങ് ടൈപ്പ് പ്രീസെറ്റാണ് കിട്ടിയത്. അപ്പോൾ അതാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ലാസ്റ്റ് കാണുന്ന കപ്പാസിറ്റർ 100 MFD 63 വോൾട്ടാണ് ഈ കാണുന്നത്, വോൾട്ടേജ് സെക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സൈഡിലും കാണുന്ന ഈ 470 ohms ആണ് നമ്മളെ 12 വോൾട്ട് സപ്ലൈ വരുന്നത്. 12 to 18 ഒക്കെ കൊടുക്കാം വോൾട്ടേജ്, കുഴപ്പമില്ല, അതുകൊണ്ടൊന്നും പ്രശ്നമില്ല കാര്യമല്ല. പിന്നെ 221 ഈ PF വരുന്നത്, ഡിസ്ക് കപ്പാസിറ്റർ. അപ്പോൾ അത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വർക്കിംഗ് എന്നല്ല, നല്ല അടിപൊളി വർക്കിംഗ് ഉള്ള ബോർഡാണ്. അപ്പോൾ അത് ഇൻപുട്ടിൽ നമ്മളെ USB ബോർഡ് വരുന്ന, USB ബോർഡിന്റെ ഔട്ട്പുട്ട് നേരെ ഇതിന്റെ ഇന്നിലേക്ക് കൊടുക്കുക, ഇതിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നേരെ നമ്മൾ ബാസ് ട്രബിളിലേക്ക് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുക ഇതിന്റെ കണക്ഷൻ. അപ്പോൾ 2 പോസിറ്റീവും കൂടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് ഈ മഞ്ഞ വയർ നേരെ പോയിട്ടുള്ളത് 2 സൈഡിൽ. അപ്പോൾ എർത്ത് സെന്ററിൽ കോമൺ ആയിട്ട് തന്നെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. സിംഗിൾ സപ്ലൈ ആണ് ബോർഡ്, ഡുവൽ സപ്ലൈ എന്നല്ല. അപ്പോൾ 1815 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബോർഡാണ്. നമ്മൾ സാധാരണ നല്ല പവർ ആംപ്ലിഫയറുകൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് വിചാരിച്ച അത്ര വോളിയും വർക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബോർഡാണിത്. ഒരു ചാനലിൽ ഒരു ട്രാൻസിസ്റ്ററാണ്. നമ്മൾ ഒരു ചാനലിൽ 3 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഗെയിം ബോർഡ് വിത്ത് ബാസ് ബൂസ്റ്റർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ വരും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മതി എന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ബോർഡ് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. പോരാത്തന്നെ ഈ 10Kയുടെ അവിടുന്ന് 2 കണക്ഷൻ നമ്മൾ വേറെ എടുത്തിട്ട് സ്വിച്ചിങ് കണക്ഷൻ കൂടി ഉണ്ട്, ബാസും ട്രബിളും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ പ്രസ്സിങ് സ്വിച്ച് അമർത്തുമ്പോൾ ബാസും ട്രബിളും കൂടി ഒരുമിച്ച് കയറും. നമ്മൾ ചെറിയൊരു വോളിയത്തിൽ വെച്ചാൽ നമുക്ക് നല്ലൊരു ബാസും കിട്ടും, ട്രബിളും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോർഡാണ് ഈ ബോർഡ്. അപ്പോൾ ഇതിന്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇൻപുട്ടിലാണ് ഇതിന്റെ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്, ഇതിന്റെ ബേസിൽ തന്നെയാണ്. അതുപോലെ കളക്ടറാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ കൊടുത്തിട്ടുള്ളത്. എമിറ്ററിലേക്ക് ഒരു 1K റെസിസ്റ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ബോർഡാണ്. അധികം കമ്പോണൻസുകളും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല രീതിയിൽ വർക്കിംഗ് കിട്ടും, അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കിംഗ് കിട്ടുന്ന ഒരു ബോർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ സർക്യൂട്ട് നോക്കിയിട്ട് സെറ്റ് ചെയ്യാൻ അറിയുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് എന്തോരം ഉണ്ടെന്ന് അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതേപോലെ ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് അസംബിൾ ചെയ്തെടുത്താണ്, ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അസംബിൾ ചെയ്തെടുത്താണ്. അപ്പോൾ അതിൻ്റെതായ ഒരു കാര്യങ്ങൾ ഇതിൻ്റെ ഇതുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ നല്ല മെല്ലാനെ ഇരുന്ന് നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറ്റവും വൃത്തിയിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ അതേപോലത്തെ ഒരു കോമൺ PCBയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം, ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇതിന്റെ കണക്ഷനുകളൊക്കെ നമുക്ക് കൊടുത്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് കാണുന്ന റെഡ് വയറും ഓറഞ്ച് നെഗറ്റീവ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. പോസിറ്റീവ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ 470 ഓംസിന്റെ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ സെൻറ്ററിൽ നമ്മൾ നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. കോമൺ ആയിട്ട് തന്നെയാണ് ബോർഡിൽ നിന്ന് വരുന്ന ഗ്രൗണ്ട് വയറും കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ ഈ ബാക്ക് സൈഡിൽ ഈ 10K കഴിഞ്ഞിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ പ്രീസെറ്റിന്റെ ഫ്രണ്ടേജിലാണ്, പ്രീസെറ്റിന്റെ കാലിന് മീതെയാണ് കൊടുത്തിട്ടുള്ളത് ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതേപോലെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കണക്ഷനുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സ്വിച്ച് കണക്ഷൻ നമ്മൾ ഈ 10Kയുടെ മീന്നാണ് സ്വിച്ച് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ആ സ്വിച്ച് കണക്ഷൻ കൂടി കൊടുത്തിട്ട് നോക്കാം. നമുക്ക് സ്വിച്ച് ഇതാണ് സ്വിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് സ്വിച്ചിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് 2 റെസിസ്റ്ററും 104 പോളിസ്റ്റർ പിന്നെ അതേപോലെ 1K5 PF ഡിസ്ക് കപ്പാസിറ്ററും വെച്ചിട്ടാണ് നമ്മൾ ഈ സ്വിച്ചിന് മീതെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്വിച്ചിന്റെ കണക്ഷൻ നമ്മൾ മുന്നേ അതേപോലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ സ്വിച്ചിൽ നിന്നുള്ള വയറുകളാണ് 3 വയറുകൾ, ഒരു നെഗറ്റീവ് പിന്നെ ബാക്കിയുള്ളത് അതിന്റെ 2 കണക്ഷനാണ് കൊടുക്കാനുള്ള ഒരു ചാനലിലേക്ക്. അപ്പോൾ അതും കൂടി നമുക്ക് കൊടുത്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ സ്വിച്ചിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10Kയുടെ ഈ 2 സൈഡിലാണ് സ്വിച്ചിന്റെ കണക്ഷൻ വന്നിട്ടുള്ളത്. 10Kയുടെ 2 സൈഡിലായിട്ട് സ്വിച്ചിന്റെ കണക്ഷൻ വന്നിട്ടുള്ളത് 2 ചാനലിൻ്റെ. അപ്പോൾ 2 ചാനലുണ്ട് ബോർഡ്. അപ്പോൾ പ്രീസെറ്റ് നമ്മൾ ഏകദേശം ഒരു സെൻറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റ് ആക്കിയിട്ട് കുറച്ചിട്ടിട്ട് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ സ്വിച്ച് കണക്ഷൻ ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ 5K6 ആണ് റെസിസ്റ്റർ. ഫസ്റ്റ് എർത്തിങ് ഈ വന്നിട്ടുള്ള മഞ്ഞ വയർ എർത്തിങ് ആണ്. പിന്നെ ഫസ്റ്റ് പിന്നിലേക്കാണ് റെസിസ്റ്റർ കൊടുത്തിട്ടുള്ളത്. ആ റെസിസ്റ്ററിന്റെ മീന്ന് തന്നെ കൊടുത്തിട്ടുള്ളത് സെൻട്രൽ കണക്ഷനിലേക്ക് 104 പോളിസ്റ്ററാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് നമ്മളെ പിന്നിന്ന് മൂന്നാമത്തെ പിന്നിന്റെ മീന്ന് നമ്മൾ 1K5 PF ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക് കപ്പാസിറ്റർ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ വയറാണ് നമ്മൾ നേരെ ഇതിന്ന് സെൻറ്ററിൽ നിന്ന് വന്നിട്ടുള്ള 2 കണക്ഷനാണ് ഈ പച്ചയും നീലി. അപ്പോൾ 2 ചാനലിന്റെ പച്ചയും നീലി, അതേപോലെ അപ്പുറത്ത് കാണുന്ന വയലറ്റും മഞ്ഞയാണ് അപ്പുറത്ത് കാണുന്നത്. അപ്പോൾ അത് ഈ ബോർഡിൽ നമ്മൾ ഇങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചാനലിന്റെ പച്ചയും മഞ്ഞയാണ്, ഒരു ചാനലിന്റെ നീലിയും വയലറ്റാണ്. അപ്പോൾ അത് അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തിട്ട് ഈ റെസിസ്റ്ററിന്റെ 2 സൈഡിലേക്കും കൊടുത്തിട്ടുള്ളത് കണക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇനി ബോർഡ് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. നമ്മൾ പാട്ടൊക്കെ പോസ് ചെയ്ത് നിർത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം എന്തോരം വർക്കിംഗ് ഉണ്ടെന്ന്. മൈക്കയിൽ എന്തോരം വർക്കിംഗ് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. മൈക്കയിൽ കൂടെ കൂടുതൽ പതർച്ചി അതേപോലെ ട്രബിളൊക്കെ ഇങ്ങനെ ഒരു ജാതി കലങ്ങിയ മോഡലാണ് വരിക. അപ്പോൾ നേരിട്ട് കേൾക്കണ സുഖം മൈക്കയിൽ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ചിലവർ പറയാറുണ്ട് ഇങ്ങനെ പതർച്ചയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളതിൽ ഇപ്പോൾ അത്ര ക്വാളിറ്റിയുള്ള മൈക്കൊന്നുമല്ല, നമ്മൾ ഈ ഫോണിൽ കൂടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു പരിമിതി ഉണ്ടാവും സൗണ്ടുകൾക്കൊക്കെ. പക്ഷെ ഇത് ഡയറക്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ അതേപോലെ അല്ല, അതിൻ്റെ വർക്കിംഗ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ബോർഡിലേക്ക് സപ്ലൈയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു, ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുത്തു, സ്വിച്ച് കണക്ഷൻ കൊടുത്തു. ഇതന്നെ ഉള്ളൂ. സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ബോർഡാണ്. അത്യാവശ്യം നല്ല പവർഫുൾ ബോർഡാണ്. ഇത് നമുക്ക് മേടിക്കാൻ കിട്ടുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ മേടിക്കാൻ കിട്ടുന്ന സാധ്യത കുറവാണ്. നമ്മൾ ഒരുവിധം പവർ ആംപ്ലിഫയറുകളിലൊക്കെ സെറ്റ് ചെയ്യണ ഒരു ബോർഡാണിത്. അപ്പോൾ നിങ്ങളിത് പരമാവധി ഇതിൻ്റെ സർക്യൂട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ സെറ്റ് ചെയ്തിട്ടൊന്ന് നോക്കി വെക്കുക എത്രത്തോളം വർക്കിംഗ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ബാസും നല്ല ട്രബിളും ആവശ്യത്തിനുള്ള ഓളിയും നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ 12 to 18 20 വോൾട്ട് വരെ കൊടുത്താലും ഇതിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം. അപ്പോൾ മ്യൂസിക് പ്ലേ ചെയ്യാം. നമ്മൾ പ്രീസെറ്റിൽ പരമാവധി ഫുൾ ഓളിയോ നമ്മൾ കുറച്ചിട്ട് കൊടുക്കുകയാണ്. എല്ലാ ഓളിയും നമ്മൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് നമുക്ക് പ്ലേ ചെയ്ത് നോക്കി വെക്കാം. അപ്പോൾ മ്യൂസിക് ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ കൂട്ടി നോക്കി വെക്കാം മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എത്രത്തോളം കയറുന്നുണ്ടെന്ന്. നമുക്ക് മാക്സിമം ഒരു പകുതി വരെ വയ്ക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഓളിയോ നമുക്ക് കിട്ടും. വോളിയം കൺട്രോൾ നമ്മളൊരു ഭാഗത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കൂട്ടി നോക്കി വെക്കാം. എത്രയാണ് നമ്മൾ കൂട്ടിയിട്ടുള്ളത്? ഒരു ചാനലിന്റെ എത്രയാണ് കൂട്ടിയിട്ടുള്ളത്? ബാസും ഡബിളും നമ്മൾ കൺട്രോളിൽ കുറച്ചിട്ട് കൊടുക്കാണ്. അപ്പൊ രണ്ടാമത്തെ നമ്മള് കൂട്ടിയിട്ടുണ്ട്.
സ്വിച്ച് നമുക്കൊന്ന് ഓണാക്കി നോക്കി കേൾക്കാം. വ്യത്യാസം മനസ്സിലാകും. ബാസ് കുറവാണ്. സ്വിച്ച് അമർത്തുമ്പോൾ ബാസ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. എത്രത്തോളം മൈക്കിയാല് മനസ്സിലാവും നമുക്കറിയില്ല. നമ്മൾ സെറ്റിന്റെ ബാസ് നമ്മൾ പരമാവധി കുറച്ച് വെച്ച് കൊടുക്കണം. അപ്പൊ അതാണ് ബാസിന്റെ കൺട്രോള്. അപ്പൊ നമുക്ക് കാണാം. അതിൽ ഇനി കൂട്ടാണ്ട് ബാസ് ഉണ്ടാക്കണം, ആവശ്യം പോലെ കൂട്ടാണ്ട്. അപ്പൊ അതാണ് ഈ ബോർഡിന്റെ പ്രത്യേകത. അത്യാവശ്യം നല്ല പവർഫുൾ സാധനമാണ്. ഗെയിനും കാര്യങ്ങളൊക്കെ നല്ല പോലെ ഉണ്ട്. നമ്മൾ പകുതി വരെയാണ് ഗെയിം തുറന്നിട്ടുള്ളത്. പകുതി വരെ ഓളിൽ തുറക്കുമ്പോ തന്നെ നല്ല രീതിയിലുള്ള വർക്കിംഗ് ഉണ്ട്. നമ്മളിപ്പോ ഇതിന്റെ ഈ ആംപ്ലിഫയറിന്റെ കറക്റ്റ് ബോക്സ് അല്ല കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഒരു പതറച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളൊരു ചാനലില് 2 8 ഇഞ്ചാണ് ഈ സെറ്റിന്റെ ലോഡ് ചെയ്യാറ്. അപ്പൊ 2 ചാനലിലും കൂടിയിട്ട് മൊത്തം 4 8 ഇഞ്ചും 2 ട്യൂട്ടറാണ് നമ്മൾ ഈ ആംപ്ലിഫയറിന് കൊടുക്കാറ്. നമ്മൾ പുറമത്തെ പരിപാടികൾക്കൊക്കെ വർക്ക് ചെയ്ത് തന്ന ഒരു ആംപ്ലിഫയർ ആണ്. അപ്പൊ അതിന്റെ വർക്കിംഗ് ഒരു പ്രത്യേക റേഞ്ച് തന്നെയുണ്ട്. നല്ല റേഞ്ച് വർക്കിംഗ് ഉള്ള സാധനമാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മള് മറ്റേ 4 ട്രാൻസിസ്റ്റർ, ഒരു ചാനലിൽ 2 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഗെയിം ബോർഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കുക. അപ്പോ നല്ല അടിപൊളി സാധനം തന്നെയാണ് ആ ബോർഡും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ അതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.